വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാള് കഴിഞ്ഞൊരു ദിവസം എന്റെ അച്ഛൻ കുഞ്ഞു വാവക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഉണ്ടാക്കുന്ന ഒരു ഷോട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് വന്ന കമന്റുകളാണ് കേട്ടോ. അതായത് ഈ വണ്ടി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് അച്ഛനെ കൊണ്ട് ആ വണ്ടി ഉണ്ടാക്കുന്ന ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന്. പിന്നെ അതുപോലെ തന്നെ കമന്റ് ചെയ്തത് അമ്മമാരാണ് കേട്ടോ. അതായത് കുട്ടികൾ ഈ വണ്ടി കണ്ടിട്ട് കരയുന്നു, ഇതുപോലത്തെ വണ്ടി ഞാക്കും വേണം എന്ന് പറഞ്ഞിട്ട് കരയുന്നെന്ന് പറഞ്ഞാണ് കമന്റ് ചെയ്തത്. അപ്പൊ ഉമ്മക്ക് എന്തായാലും ആ വണ്ടി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം അല്ലെ. ആ അമ്മമാര് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കട്ടെ അല്ലെ. എന്നിട്ട് യാലിയെ കളിച്ചതിനോട്ട് കളിച്ചോട്ടെ അല്ലെ. ആ വണ്ടി ഉണ്ടാക്കുന്ന ഇടയിലാ ഒരു പൂക്കൊട്ട കൂടി ഉണ്ടാക്കി കൊടുത്തേക്ക്. ഓള സൈസിന് പറ്റിയ കുഞ്ഞു പൂക്കൊട്ട കാണിച്ചു കൊടുത്ത്. യാലിയ നമുക്ക് അങ്ങനെ വണ്ടി ഉണ്ടാക്കാം. അപ്പൊ നല്ല പച്ച ഓലയൊക്കെ എടുത്തിട്ട് നമ്മുടെ അച്ഛൻ വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് നല്ല നീളത്തിലുള്ള ഈളാണ് കേട്ടോ. നല്ല ഓലൊക്കെ പോക്കിയിട്ട് എടുക്കുക. അത് എന്നിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതിന്റെ ഓട്ട് ചുറ്റി എടുക്കുക കേട്ടോ. വട്ടത്തിലാക്കിയിട്ട് ഇതുപോലെ മേലോട്ടേക്ക് ആക്കിയിട്ട് ചുറ്റി എടുക്കുക. എന്നിട്ട് അതിന്റെ ബേക്ക് ഭാഗം പിടിച്ചിട്ട് നമുക്ക് ആ വട്ടത്തിലേക്ക് ഇട്ട് ഇങ്ങനെ ചൊറച്ചെടുക്കാം കേട്ടോ. ഈ ഈളിന്റെ അറ്റം വരെ, ഈ ഈള് കഴിയുന്നവരെ നമ്മൾ ഇങ്ങനെ ചൊറച്ചെടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല കട്ടിയാക്കി എടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളെ ടയർ റെഡിയാവും. പിന്നെ ഒരു ടയർ കൂടി വേണം. അതിന്റെ അതേ അളവെടുത്തിട്ട് വേണം വേറൊരു ടയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരേ വീതിയിലും നീളത്തിലുള്ള ഓലക്കണിയാണ് കേട്ടോ. അപ്പൊ 2 ഓലക്കണി എടുക്കുക, ഇതുപോലെ വെക്കുക. എന്നിട്ട് ഒരു വശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. പിന്നെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് മടക്കി കൊടുക്കുക. പിന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് മുകളിലായിട്ട് ഒരു ഹോൾസ് കാണാം കേട്ടോ. ഈ ഹോൾസിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് മുറുക്കുക കേട്ടോ. നമ്മൾ വലിച്ചു മുറുക്കുന്ന സമയത്ത് അതിന്റെ സെന്ററിൽ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അച്ച പിടിച്ച വേണ്ടിയില്ല അതുപോലെ. എന്നിട്ട് നന്നായിട്ട് വലിച്ചു മുറുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടയർ അതിന്റെ മേലേക്കായിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഹോൾസിന്റെ ഉള്ളിൽ കൂടി നേരത്തെ പോലെ തന്നെ നടുക്ക് പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചു മുറുക്കുക കേട്ടോ. അച്ഛൻ വലിച്ചു മുറുക്കുന്ന കണ്ടില്ലേ, അതുപോലെ വലിച്ചു മുറുക്കുക. എന്നിട്ട് അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് താഴോട്ടേക്ക് ഇട്ടിട്ട് അതും നമുക്ക് നന്നായിട്ട് വലിച്ചു മുറുക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചത് ആ ഓലക്കണിയില്ലേ, ആ ടയറിന്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ അടുത്തത് എടുക്കേണ്ടത്. എന്നിട്ട് തിരിച്ചിട്ടിട്ട് പിന്നും ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഇടുക കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, അതുപോലെ ചെയ്യാം. പിന്നെ ആ ഹോൾസിന്റെ ഉള്ളിൽ ഇടുക, വലിച്ചെടുക്കുക. അത് തന്നെ റൊട്ടേഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് ടയറിന്റെ കുറച്ച് ബേസ് കുറച്ച് കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നും അതിന്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് വലിച്ചെടുക്കുക. ഇതെന്നെ തുടരുക കേട്ടോ. അപ്പൊ നമുക്കിത് 2 സൈഡും കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ആക്കി എടുക്കുക. പിന്നെ അതിന്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കുക. പിന്നെ ഒരു ഏല് ചെത്തിയാല് നമുക്ക് വേഗം ഇതിന്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. നമ്മളെ ടയറിന്റെ ഉള്ളിലേക്ക് ഏല് ഇങ്ങനെ കയറ്റിയെടുക്കുക. എന്നിട്ട് 2 പ്ലാവിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈർക്കണി ഇങ്ങനെ കുത്തിയിട്ട് അത് ഫിക്സ് ചെയ്യുക. അപ്പോ നമ്മുടെ വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇത് വലിച്ചു കൊണ്ടുപോയി കളിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു നൂലെടുത്തിട്ട് ഇതുപോലെ കെട്ടി വെക്കുക കേട്ടോ. പിന്നെ യാലിയേക്ക് വേണ്ടി വേറൊരു വണ്ടി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. PVC പൈപ്പ് വെച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതാ നേരം കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്ത് നിൽക്കൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.